4:30 മണിയൊക്കെ ആവും. അടുക്കളയിൽ ഞാനും മോളും കൂടെ ജോലി ചെയ്യാൻ കയറിയിട്ട് ബാക്ക് കതക് തുറന്നില്ലായിരുന്നു. അതിന് മുമ്പ് അകത്ത് നിന്നപ്പോൾ തന്നെ ഒരു സൗണ്ട് പടപടാക്കെ ആയിട്ട് ഒരു ടാങ്ക് ഞങ്ങൾക്ക് ബാക്കിലുണ്ടായിരുന്നു. പൊട്ടി ആ വെള്ളം അത്രയും വീട്ടിനകത്ത് കയറി. പിന്നെ വീട്ടിൽ വെള്ളം കയറി. ആ ടാങ്ക് പൊട്ടിയ വെള്ളം അത്രയും കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട്ടിൻ്റെ മുകളിൽ മൊത്തം കല്ലും മുകളിൽ വന്ന് വീഴുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ സൈഡിൽ അങ്ങ് വന്ന് വീഴുന്നു. അമ്മച്ചി ഒരു 50 വയസ്സായ അമ്മച്ചി കിടപ്പാണ്. ആ അമ്മച്ചിയുടെ മുറിയിൽ ആ ജനൽ 3 പാളി കണ്ണാടിച്ചില്ല. അമ്മച്ചിയുടെ പുറത്തൂടെയൊക്കെ കണ്ണാടിച്ചില്ല വീണ്. അങ്ങനെ ഒരു വലിയ അപകടം. വാട്ടർ അതോറിറ്റിയുടെ മതിലാണത്. വാട്ടർ അതോറിറ്റിയുടെ മതിലാണ്. ഇത് അപകടാവസ്ഥയിലാണ് നിങ്ങൾ പരാതി കൊടുത്തിരുന്നത്? ഞങ്ങൾ പരാതി കൊടുത്തില്ല. അതിനു മുമ്പേ ഞങ്ങൾ അവരെ കണ്ട് പറഞ്ഞായിരുന്നു. അവർ കൂടെ പോയപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ അതും അപ്പോഴും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ പണി ചെയ്തപ്പോൾ ആ വെച്ചം വന്ന മണ്ണത്രയും കൊണ്ടുവന്ന് ഞങ്ങൾ ആ സൈഡിൽ അവർ കൊണ്ട് പൊക്കി അങ്ങ് തെട്ടി നിരത്തി അങ്ങ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ആ മണ്ണ് കൊണ്ട് ഇരിക്കും തോറും ഇവിടെ കരിങ്കല്ലാണ്. 10-30 വർഷത്തിന് മിച്ചമുള്ള കെട്ടാണ്. അന്നൊക്കെ കെട്ടൊക്കെ അറിഞ്ഞൂടെ, കോർപ്പറേഷൻ്റെ കെട്ട്. അതിൻ്റെ ആ ഒരു ഇതിൽ മൊത്തം പോകുന്നതാണ്. ഇതും കൂടെ വന്നിരുന്നപ്പോൾ മൊത്തത്തിൽ തള്ളി. ഇനി ഇരിക്കണത് എനിക്ക് അപ്പുറത്തെ വീട്ടിൻ്റെ ആ മൂത്ത മോളാണ് അപ്പുറത്ത് താമസിക്കണം. ആ മോളെ വീട്ടിൻ്റെ മുകളിൽ കിടക്കണം. ആ കരിങ്കല്ലൊക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് താഴെ ഇടിഞ്ഞു വീഴും. ഇന്നലെ താൽക്കാലിക ഞങ്ങളത് അത്ര ബലത്തിൽ ചെയ്തതല്ല. വിറവൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെ സീറ്റിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഇടിഞ്ഞ് താഴെ വീഴാൻ സാധ്യത. അതിൻ്റെ നിറയെ അവിടെ സൈഡൊക്കെ പൊട്ടി തുടങ്ങി, സൈഡുകളൊക്കെ. അപ്പം ആ കരിങ്കല്ലും അതും എല്ലാം മാറ്റിയില്ലെങ്കിൽ അത് അപകടമാണ്. താഴത്തെ നിലയിൽ ആള് താമസമുണ്ട്. അധികാരികളോട് പറഞ്ഞോ? പറഞ്ഞു. എന്താ പറയുന്നത്? അവര് വാട്ടർ അതോറിറ്റിക്കാർ ഞങ്ങളെ കാണാൻ വന്നില്ല. പക്ഷെ പെട്ടെന്ന് മാറ്റുമെന്നാണ് പറഞ്ഞത്. നഷ്ടപരിഹാരം വേണം. ഞങ്ങൾക്ക് അത്യാവശ്യം അതിനെ മാറ്റണം. അമ്മച്ചി കിടക്കണിടം സുരക്ഷിതമാവണം. ഇത് രണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം.